ഹലോ ഹായ്. നമ്മൾ ഇന്നൊരു ഡേ ഔട്ട് ആണ് കേട്ടോ. അതായത് ഇന്ന് ഞാനും മോളും മാത്രമായിട്ട് ഒരു മൂവി ഡേറ്റിന് വന്നതാണ്. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഞാനും ഹസ്ബൻഡും മാത്രമായിട്ട്, ഞാനും മോളും മാത്രമായിട്ട്, ഹസ്ബൻഡും മോളും മാത്രമായിട്ട്, ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളും ചെറിയ ചെറിയ ഔട്ടിങ്ങുകളും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കര റീഫ്രഷിംഗ് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മോളുടെ കൂടെ മൂവിക്ക് പോകാൻ യാതൊരു ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മൂവി എൻജോയ് ചെയ്യാറില്ല കേട്ടോ. കാരണം ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും ഇവിടെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ. അപ്പോൾ എനിക്ക് മൂവി എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ ഭയങ്കര റിലാക്സിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ഒരു 3-4 സിനിമയ്ക്കാണ് ഇവളുടെ കൂടെ മാത്രം ഞങ്ങൾ മാത്രം പോയിരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കും. പക്ഷേ ഞാൻ അവളെയും കൂട്ടി എന്തിനാ പോകുന്നത് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഞാനും അവളും കൂടെയുള്ള യാത്രകൾ. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. സോ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളിത് പ്ലാൻ ചെയ്ത്, വളരെ ക്വിക്കായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അവിടെ പോയി അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു ആദ്യം തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ അവളാണ് എടുത്തത്. അക്യൂറത്തിൻ്റെയും മറ്റും വീഡിയോസൊക്കെ അവളാണ് എടുത്തത്. കാരണം എനിക്ക് ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പോയി എടുക്കാൻ ഭയങ്കര ഇൻഹിബിഷനാണ്. എനിക്കത് മാറിയിട്ടില്ല കേട്ടോ, ഉള്ളത് പറയാലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഇങ്ങനെ ഫ്രീ ആണ്. കാരണം എൻ്റെ കൂടെയല്ലേ വന്നിരിക്കുന്നത്. ഞാൻ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി അമ്മയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് എററാവും. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ തിയേറ്ററിൽ കയറി ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. മൊത്തത്തിൽ എണ്ണി നോക്കിയപ്പോൾ 14 പേരെ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ പിന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, സ്നാക്സ് കഴിക്കലും കാര്യങ്ങളും ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഇടയ്ക്ക് ഞാൻ പേഴ്സണലി എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ചില യാത്രകളൊക്കെ പോകണം. ഞാനിപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ചില സ്ഥലങ്ങളിൽ പോകാറുണ്ട്. മൂവിക്ക് പോകാറില്ല. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ അങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ പോകാറില്ല. പക്ഷെ അതല്ലാണ്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാനോ, ഞാൻ ഭയങ്കര കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എന്തെങ്കിലും കഴിക്കാനോ, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്കോ, അതും അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ടിങ്ങിന് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനോ ഒക്കെ ഞാൻ തനിച്ച് എനിക്ക് വേണ്ടി മാത്രം പോകാറുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ കൂട്ടാറില്ല, മോളെയും കൂട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ മോളുടെ കൂടെയും ഹസ്ബൻഡിൻ്റെ കൂടെ മാത്രമായിട്ടും, അല്ലെങ്കിൽ ഹസ്ബൻഡ് മോളും ഇങ്ങനെയുള്ള പേഴ്സൊക്കെ ചിലപ്പോൾ ചിലർക്ക് ആ പേഴ്സൊക്കെ നന്നായി വർക്ക് ആവും. ചിലപ്പോൾ ചിലർക്ക് അത് റീഫ്രഷിങ് ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമ്മളത് ട്രൈ ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എത്രമാത്രം അതിൽ നമ്മൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ നമുക്കിനി വീണ്ടും അത് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ സിനിമയെല്ലാം കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ടെത്തി. പിന്നെ ഇനി വീട്ടിലെ കാര്യങ്ങളാണ്. വീട്ടിൽ എന്താ പറയുക, വാഷിങ്, അല്ലെങ്കിൽ ചെടിയിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിച്ചൺ ആക്ടിവിറ്റി, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ പണികളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ചെടിയിലോട്ട് തിരിഞ്ഞ്, ചെടിക്ക് കുറച്ച് ചെറിയ പണിയുണ്ടായിരുന്നു. അതായത് നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ഗാർഡനിങ്ങിൻ്റെ കാര്യത്തിൽ സീറോ ആണ്. സീറോ എന്ന് പറയാൻ പറ്റില്ല, നെഗറ്റീവാണ്. എനിക്കൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ ചെടികൾ വെച്ചിട്ടുള്ള ശീലമൊന്നുമില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ അധികം ചെടി വയ്ക്കാനുള്ള ഓപ്ഷനും ഇല്ല. കാരണം ഇങ്ങനെ ചട്ടികളിലൊക്കെ വെക്കുകയാണെങ്കിൽ ശരി, നിറയെ സ്ഥലമുണ്ട്. പക്ഷെ ചെടികളൊന്നും വെക്കാൻ പറ്റില്ല. മണ്ണൊന്നും അത്ര നല്ല മണ്ണല്ല. പിന്നെ ചട്ടികളിൽ വെക്കുകയാണെങ്കിലും മെനക്കേടാണ്. പിന്നെ ഇൻഡോർ ഒട്ടും പോസിബിൾ അല്ല. അവിടെ അച്ഛൻ ഒട്ടും അലോ ചെയ്യില്ല. കാരണം പുള്ളിക്കാരൻ വീട് ചീത്തയാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശം എനിക്ക് അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടിക്കൊന്നും നിൽക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 1-2 മാസമായിട്ടുള്ളൂ എനിക്ക് ഈ ചെടികളോട് എന്താ പറയുക, ഒരു പ്രേമം തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ചെടി റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ചെയ്തപ്പോഴാണ് വീടിനകത്ത് കുറച്ച് ദിവസമായി ഇങ്ങനെ മണം കൊണ്ട് കൊതിപ്പിച്ച് ഒരു ചക്ക ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ നോർമലി ചക്ക മുറിക്കാറില്ല. കാരണം എനിക്കത് കിട്ടില്ല എന്നാണ്. പക്ഷെ ഇത് ചെറിയൊരു കുഞ്ഞൻ ചക്കയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കൈ കൊണ്ടാണ് നമ്മൾ ഫോൺ പിടിച്ച് അടുത്ത കൈ കൊണ്ട് മുറിക്കാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നേ, പക്ഷെ പറ്റിയില്ല. അപ്പം ഞാൻ ചക്ക മുറിച്ച് കണ്ടപ്പോൾ ഒരു ചക്കപ്രേമികൾക്കറിയാം പിന്നെ നമ്മുടെ കൺട്രോൾ പോവും. പിന്നെ ചക്ക മുറിക്കലായി കഴിക്കലായി. അത് കഴിഞ്ഞ് പാതി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചക്കയാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് കേടും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ നന്നായി കഴിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് ഫുള്ള് കഴിച്ചത്.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ബൈ ബൈ.